അങ്ങനെ നമ്മുടെ ഗംഗേട്ടനും ശിവേട്ടനും കൂടി ബാലചന്ദ്രനെ കാണാൻ വരുന്നുണ്ട്. ആ സമയത്ത് അലീനോട് ചോദിക്കുന്നുണ്ട്, ഇവിടെ ബാലചന്ദ്രൻ ഇല്ലേ ചോദിക്കുന്നുണ്ട്. അച്ഛൻ മേലുണ്ട് എന്ന് പറയണ്ട, എന്തായാലും ഞങ്ങൾ ബാലചന്ദ്രനെ കാണട്ടെ എന്ന് പറഞ്ഞ് പോകണ്ട. ആ സമയത്ത് നമ്മുടെ ഗംഗേട്ടനാണെങ്കിൽ ആകെ വിഷമം വന്നിട്ട് പറയുന്നുണ്ട് അലീനോട്, നീ പോവാന്ന് ഇവിടുന്ന് അറിഞ്ഞു, പക്ഷേ എന്താ ചെയ്യാൻ മോളെ, എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയല്ലേ, വല്ലാത്ത വിഷമമുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്തായാലും അലീന മുണ്ടാതെ തലയും താഴ്ത്തി നിൽക്കുന്നുണ്ട്. എന്തായാലും പിന്നെ കാണിക്കുന്നത് നമ്മുടെ ബാലചന്ദ്രനും ശിവേട്ടനും കൂടിയും പോയിട്ട് സംസാരിക്കണതാണ്. ആ സമയത്ത് അലീനാണെങ്കിൽ എല്ലാവർക്കും ചായ എടുക്കുന്നുണ്ട്. ചായ എടുക്കുന്ന സമയത്ത് നമ്മുടെ ഗംഗേട്ടൻ ചോദിക്കുന്നുണ്ട്, നിങ്ങളിപ്പോൾ സ്റ്റാൻലിയെ കണ്ടുവന്നു, ഇനി സ്റ്റാൻലി അവളെ സ്വീകരിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണണ്ടേ ചോദിക്കുന്നുണ്ട്. ഞാനൊരു പരിഹാരം കണ്ടിട്ട് പറയട്ടെ എന്ന് പറയുന്നുണ്ട്. എന്തായാലും ശിവേട്ടനാണെങ്കിൽ വേഗം തലയൊക്കെ കുലുക്കുന്നുണ്ട്. നമ്മുടെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ പെങ്ങളോട് എല്ലാ സത്യങ്ങളും അറിയിക്കും, എന്നിട്ട് അവളോട് ഇങ്ങോട്ട് തിരിച്ച് കൊണ്ടുവരും എന്ന് പറയുന്നുണ്ട്. എന്തായാലും അവർക്ക് പിന്നെ ഒന്നും പറയാൻ നിർത്തില്ല, രണ്ടാളും മിണ്ടാതെ നിൽക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് എന്തായാലും നമ്മുടെ അലീന മനുവിനോട് പറയുന്നുണ്ട്, മനുവായിട്ട് എപ്പോഴും ഇങ്ങോട്ട് കയറി വരുമ്പോൾ എൻ്റെ മനസ്സിന് വല്ലാത്ത ആശ്വാസം തോന്നാറുണ്ട്, കാരണം എനിക്ക് എന്ത് പ്രശ്നം വന്നാലും ഇയാൾ നോക്കിക്കോളും എന്ന് എൻ്റെ മനസ്സ് പറയാറുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനുവിനാണെങ്കിൽ വലിയ സന്തോഷം വരുന്നുണ്ട്. എന്തായാലും അപ്പോഴേക്കും കൃഷ്ണമോൾ വന്നിട്ട് പറയുന്നുണ്ട് നമ്മുടെ മനുവിനോട്, അച്ഛൻ എന്തായാലും ചേച്ചിക്ക് പോകാനുള്ള ഷെൽട്ടർ കണ്ടെത്തിയിരുന്നാ പറയണത്, ഇനി എന്താ ചെയ്യാൻ ഞങ്ങൾക്ക് അറിയില്ല, ആകെ വിഷമമാവണമെന്ന് പറയുന്നുണ്ട്. മനുവിനും വല്ലാത്ത വിഷമമുണ്ട്. എന്തായാലും മനു ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് നമ്മുടെ അലീനോട് പറയുന്നുണ്ട്, എനിക്ക് എന്താണെന്ന് അറിയില്ല, ഒറ്റപ്പെട്ട അവസ്ഥയാണ്, ഞാൻ എന്തോ പകുതി വഴിയിൽ എന്നെ ആരോ ഉപേക്ഷിച്ച് പോകണുള്ള ഒരവസ്ഥയാണ്, ഇനി എന്താ എനിക്ക് വേണ്ടതെന്ന് അറിയില്ല എന്ന് പറയുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ അലീനയ്ക്കാണെങ്കിൽ വലിയ സങ്കടം വന്നിട്ട് കണ്ണൊക്കെ നിറയുന്നുണ്ട്. മനുവിനാണെങ്കിലും കണ്ണ് നിറയുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കേണ്ടത്. ഇതുപോലെ പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.